വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എത്തിപ്പറിക്കാൻ വളരെ എളുപ്പമായി അല്ലേ? പിന്നെ അതുകൊണ്ട് വിശേഷങ്ങൾ ചെറിയ തണുപ്പുണ്ട്, അതുകൊണ്ട് മുറ്റനെ തൂത്തുവാരാൻ നല്ല സുഖമുണ്ട്. ശരിക്കും മുമ്പ് ഉള്ളതിനേക്കാൾ എനിക്കൊന്നിപ്പോൾ തണുപ്പ് കുറവാണ്. എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് തണുപ്പുണ്ട് അല്ലേ? രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ അത് ഓരോ പ്രദേശത്തിൻ്റെയും അവസ്ഥ പോലെ ഇരിക്കും അല്ലേ? ചില സ്ഥലത്ത് ഭയങ്കര ചൂടും ചില സ്ഥലത്ത് തണുപ്പായിരിക്കും. വിടാ വിടാ വിടാ. അപ്പോൾ അതാണ് സംഭവം. ഇനി ശബരിമല സീസണായില്ലേ? സ്വാമിമാരുടെ ഒരു സമയമായി ആവാൻ പോകുന്നു. ഈ വർഷം മാലയിടണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. എന്നാൽ 11 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെയും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ മോളെയും കൂട്ടി പോകണമെന്നുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇനിയിപ്പോൾ ഈ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ അത് ഇടാമെന്ന് വിചാരിക്കുന്നു. 40 ദിവസം എടുക്കണ്ടേ? 40 ദിവസം എടുക്കണം, എന്നിട്ട് പോവാം. 40 ദിവസത്തിന് ശേഷം പോവാം അല്ലേ? ഓക്കെ. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരട്ടെ. വീട്ടിനാക്കി തന്നാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ 9 മണി എഴുന്നേൽക്കാൻ. ഇന്നലെ രാത്രി ഭയങ്കര നടുവേദനയായിരുന്നു. എന്നിട്ട് പെയിൻ കില്ലർ കഴിച്ചു, മോർഫിൻ കഴിച്ചു. പിന്നെ ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ എഴുതിയിട്ട്, അതും തടവി. എന്നിട്ട് കുറച്ച് സമാധാനം എങ്ങനെയോ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അടിപൊളി ദോശയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നോക്കട്ടെ, ചിക്കൻ്റെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. പാവം എല്ലാവർക്കും മക്കളെ പറഞ്ഞു വിട്ടു. സൂപ്പർ ഫിഷ് കാണിച്ചു തരാം എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ. എനിക്ക് നടുവേദന ഉള്ളതുകൊണ്ട് സ്കൂട്ടിയിലൊന്നും യാത്ര ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടിയിൽ കയറാറില്ല. പ്രണയിക്കുന്ന സമയത്താണ് ഞാൻ അമ്പേട്ടപ്പുറം ബൈക്കിൽ പോയത്. അതും പ്രഗ്നൻസിൻ്റെ മീൻസ് കല്യാണം കഴിഞ്ഞ് 1-2 മാസം ആ ഒരു സമയത്താണ് ഞാൻ അമ്പേട്ടനോട് ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്കൂട്ടി ഉണ്ടെങ്കിൽ ഒറ്റൊരു പ്രാവശ്യം ഞാൻ സ്കൂട്ടിയിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ബൈക്ക്. പ്രേമിച്ചിരിക്കുന്ന സമയത്തൊന്നും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. അത് ഇഷ്ടമല്ലേ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ, ആരും കാണാതെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് സ്കൂട്ടി യാത്ര. എനിക്ക് സേഫ് കാറ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കാറിൽ മാത്രമേ പോകാറുള്ളൂ. അപ്പം അമ്പേട്ടന് ഓട്ടോ പിടിക്കാൻ വന്നു. കാറില്ലല്ലോ, കാറ് പണിക്കായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഓട്ടോ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പയ്യന്നൂർക്ക് പോകണം, കാറിൻ്റെ സാധനം കൊണ്ട് കൊടുക്കണം. അങ്ങനെ അതിന് പിന്നെ ഒരു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സംശയം, അത് തെറ്റാണോന്ന് എനിക്കറിയില്ല. ആരും ഇതിൻ്റെ ഇടയിൽ എന്നെ ചീത്ത വിളിച്ചിട്ട് കമൻ്റ് ഒന്നും ഇടാൻ പാടില്ല എന്ന് ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതായത് വണ്ടി വരുന്നുണ്ട്, വേഗം പറയട്ടെ. ഈ അമ്പലങ്ങളിലൊക്കെ, അമ്പലം എന്ന് പറയുന്നത് ദൈവികമായ സ്ഥലം, പോസിറ്റിവിറ്റി ഒക്കെ ഉള്ള, നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മൾ സങ്കടങ്ങൾ പറയാം, അങ്ങനെ. അപ്പൊ അവിടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭക്തിസാന്ദ്രമായ പാട്ടുകളും കീർത്തനങ്ങളും നൃത്തങ്ങളും ഒക്കെ അല്ലേ ആപ്റ്റ് ആവുന്നത്. ഇപ്പം പിന്നെ എന്താ പറയാ, ഏറ്റവും ഉദാഹരണം നമ്മളെ മലയാളികളുടെ തിരുവാതിര അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ നല്ല 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 ദൈവികമായ കാര്യങ്ങൾ, അമ്പലമായാലും പള്ളിയായാലും ഏതായാലും ദൈവികമായ സംഭവം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനല്ലാതെ പിന്നെ താ താ വളകിലിക്കണ കുഞ്ഞോളെ മരകരക്കണ നാളെ അതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ തുള്ളി ആർത്ത് കളിക്കുക അല്ലേ. കുറേ സ്ത്രീകൾ ഇങ്ങനെ ഭയങ്കര തുള്ളി കളിക്കുക. പുരുഷാരവങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അടിപൊളിയായിട്ട്. പണ്ടത്തെ ഈ ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതിലും നമ്മൾ പുരാണങ്ങളൊക്കെ പറയുമ്പം പിന്നെ ഇന്ദ്രലോകത്തൊക്കെ നർത്തകിമാർ, ഉർവശി, രംഭ, തിലോത്തമ എന്നൊക്കെ പറഞ്ഞിട്ട് നർത്തകിമാർ ഇങ്ങനെ രാജാക്കന്മാർ ഇങ്ങനെ ആസ്വദിക്കും ഇങ്ങനെ സ്ത്രീകളെ അല്ലേ. അതുപോലെ എനിക്ക് അതാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ഈ അമ്പലങ്ങളിൽ സ്ത്രീകൾ ഇങ്ങനെ തുള്ളി ആർത്ത് ഇങ്ങനെ, ഏതെങ്കിലും തിരുവാതിരയൊക്കെ ആണെങ്കിലും ഓക്കെ, അമ്പല നടയിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അതിന് പകരം ഇങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടിയിട്ട് ആർത്തുല്ലസിച്ച് ഡാൻസ് കളിക്കുക. എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് പറയാം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയട്ടെ. എനിക്ക് ഭയങ്കര ബാഡായി ഫീൽ ചെയ്യുന്നത്. കാരണം കുറെ ആൾ ഭയങ്കര തുള്ളിയിട്ട് ഇങ്ങനെ
എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. അതിന്റെ ഒരു പൊരുള് മനസ്സിലാവുന്നില്ല. നിങ്ങള് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അമ്പലം എന്ന് പറയുന്നത് ദൈവികം ഇതുള്ളതാണ്. അത്തരത്തിലുള്ള നൃത്തങ്ങളും പിന്നെ കീർത്തനങ്ങളും ഒക്കെയാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഓട്ടോറിക്ഷയിൽ പോവാണ്. എത്രയോ വർഷം നമ്മൾ അപ്പോട്ടെ പിന്നെ ഇടയ്ക്ക് എന്തൊക്കെ ആവശ്യത്തിനൊക്കെ ഓട്ടോ പിടിക്കുമല്ലോ. അപ്പൊ ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. വേറെ വഴിയില്ല. നമ്മള് വണ്ടിയുടെ പാർട്സ് കൊണ്ടുപോയിട്ട് വേറെ പാർട്സ് ഏടും കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞേ 2005 മോഡൽ ആയതുകൊണ്ട് പഴയ പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ പോയിട്ടാ. അതുകൊണ്ട് എന്താ പറയാ, നമ്മൾ ഓട്ടോയിൽ പോകണം. എന്റെ ഈ കയ്യിലത്തെ പാട് മറ്റേ പിങ്ക് ലൈന്റെ പാടാണ് കേട്ടോ. തന്നെ പിങ്ക് ലൈന്റെ പച്ച കുത്തിയത് പോലെ ഉണ്ട് അവിടെ. അപ്പം നമ്മള് പെരുമ്പയിലോട്ട് പോവാണ്. ഓട്ടോയിലാണ് കൈ കൊണ്ട്. അതെ, ഒരു ഗണേശ ചേട്ടൻ എനിക്കറിയില്ല. ഗണേശ ചേട്ടൻ അപ്പയുടെ സുഹൃത്താണ്. എനിക്കറിയില്ല അവര് മുഖം കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ഓട്ടോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് അറിയിച്ചതല്ലേ. നമ്മളെല്ലാം പോയിട്ടാ കുറെ നാളുകൾക്ക് ശേഷം ഓട്ടോയിൽ ഇങ്ങനെ സന്തോഷമുണ്ട്. കാറ്റൊക്കെ കൊണ്ടിരിക്കണേ. നടുവേരെ എടുക്കുമെന്ന് അറിയില്ല. അതാണ് സ്കൂട്ടി അതന്നെ. മറ്റേ നല്ല ആക്ഷൻ ഉണ്ട് ഇതില്. എന്നതിന് പറയില്ല പോയിട്ടാ. അതിന് പറയാ ഷോക്ക്, നല്ല ഷോക്കാണ്. അതുകൊണ്ട് അധികം പുലുക്കൊന്നുമില്ല. അപ്പം പേടിക്കണം. അപ്പൊ ഓക്കെ, അത് പറയാൻ വേണ്ടിട്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു ലേഖാമ്പ് ജാക്ഷൻ ടോക്കാൻ ഷോ. ബൈക്കില്ല, അതുകൊണ്ട് കേൾക്കുമെന്ന് അറിയില്ല. ബൈക്ക് എന്റെ കയ്യിലുണ്ട് തോന്നുന്നു. നമ്മള് കുറെ നാളുകൾക്ക് ശേഷം, കുറെ നേരം എനിക്കറിയില്ല, വർഷങ്ങളാണോന്നും അറിയില്ല, ഞാൻ ഓട്ടോയില് പോവുകയാണ്. നമ്മുടെ കാറ് പഠിക്ക് വെച്ചിട്ടുള്ളത്. കാറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓട്ടോ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മള് പെരുമ്പ കൊറേയൊക്കെ അറിയാം. പെരുമ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പ ഭാഗത്ത് ഇതിന്റെ പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹോണ്ട 2005 മോഡലാണ്. അപ്പൊ അത്രയും വർഷം നമ്മളെ ഓടിച്ചു. പക്ഷെ വഴിക്കിട്ടില്ല. പക്ഷെ വീട്ടിലെത്തിയിട്ടാണ് ഇട്ടത്. അതിന്റെ ക്ലച്ച് പോയി. അപ്പൊ അത് വാങ്ങിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ അളിയന്റെ കാറുമായിട്ടാണ് പോയത്. എല്ലായ്പ്പോഴും അളിയനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കാൻ ശരിയല്ല. അപ്പൊ ഇത് നമ്മള് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഒരു സുഹൃത്ത്, നാട്ടുകാരുടെ സുഹൃത്തുമായ മിസ്റ്റർ ഗണേശൻ, ഒന്നുകൂടെ ഗണേശ എന്റെ ബാക്കോട്ട് നോക്കിട്ട് വണ്ടി ഇരിക്കണ്ട. അപ്പൊ ഗണേശന്റെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. മക്കളെ സ്കൂൾ ഇതാ, മക്കളെ സ്കൂള് ഇതാണ് നമ്മളെ മക്കള് പഠിക്കുന്ന സ്കൂള്, മദർ സ്കൂള്. അപ്പൊ ഞാൻ എല്ലാം നോക്കിട്ട് പറഞ്ഞു, ഞാൻ ക്യാമറ നോക്കട്ടെ. അപ്പൊ പയ്യന്നൂര് പോയി നമ്മള് എന്താ പറയാ, പാർട്സ് ഒക്കെ കിട്ടുമോ നോക്കിയല്ലേ പോയിട്ടാ. പാർട്സ് എല്ലാം കിട്ടുമോ നോക്കിയിട്ട് തിരിച്ചു പോരും. അപ്പൊ നമ്മൾ അങ്ങനെ ആടെയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുട്ടി വീഡിയോ എല്ലാരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നതെല്ലാം പോയിട്ടാ. കുറച്ചു നമ്മളെ ഇതൊക്കെ കാണിക്കാം, നമ്മളെ റോഡും ഇതെല്ലാം കാണിക്കാം. ഓക്കെ, ഈ ഏകദേശം തണുപ്പ് സീസണിന്റെ ഒരു അവസ്ഥ ആയതുകൊണ്ട് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. അതല്ലേ അതല്ലേ ഇപ്പൊ അങ്ങനെ ചൂട്. പിന്നെ ഇത് ഓപ്പൺ ആയതായിട്ട് കാറ്റ് വന്നോണ്ട് തിരക്കില്ല. സംസാരിക്കല്ലേ, അമ്പോട്ട് സംസാരിക്കാതെ എത്തുന്നുണ്ടോ ഞാൻ കട്ടാക്കാൻ. വെറുതെ ഇതിന് വെച്ചിട്ട് നിൽക്കാൻ പറ്റില്ലോ. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് യൂട്യൂബ് കാണുന്ന ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? ജ്യോതി പേര് ഇടുന്നപ്പോട്ട് ഒറ്റപ്പാലത്തിന് വരിക്കാശ്ശേരി മനയുടെ അടുത്തുനിന്നാ വിളിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്യോതി വിളിച്ചിട്ട് എന്റെ നക്ഷത്രമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നന്ദിയുണ്ട് ജ്യോതി. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ സബ്സ്ക്രൈബർ ആണെന്ന് വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നമ്പർ വിളിക്കാൻ വേണ്ടി നമ്പർ തപ്പി അവരുടെ മോന്റെ ഏതോ ഇൻസ്റ്റാഗ്രാം ഒക്കെ തപ്പിയിട്ടാണ് നമ്പർ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ കുറെ ആൾക്കാർ എന്റെ നമ്പർ കിട്ടാത്തോണ്ട് ഞാൻ ഇതിനിടെ ദിൽഷാദിന്റെ ആ സ്പ്രേയുടെ ഒരു ഗിഫ്റ്റ് ഇല്ലേ വേടാ, ആ ഗിഫ്റ്റില് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഗിഫ്റ്റിന്റെ കവർ അവര് പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചിട്ടായിരുന്നു കുറെ ആൾക്കാർ. അപ്പൊ നിങ്ങൾ അത്രമാത്രം നമ്മളോട് ഇഷ്ടപ്പെടുന്നവരോ ഭയങ്കര സന്തോഷമുണ്ട്. പലരും വിളിക്കാറുണ്ട്. ഇപ്പൊ ബോധവോക്കിന് ചില സമയത്ത് ചില ഫോണ് എടുക്കാൻ പറ്റാറില്ല. ഇപ്പൊ ഒരു വക എല്ലാ ഫോണുകളും എടുക്കും, സംസാരിക്കും. പലരും പല സംശയങ്ങൾ ചോദിക്കും. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സുഖമില്ലാതെ അല്ലെ, ഒരു കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കണ്ണിന് വയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോ അത് ഞാൻ സംസാരിച്ചു അല്ലെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലരും പല രീതിയിൽ പല ആൾക്കാരെ വിളിക്കും. നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതെ അല്ലെ. അതെ, ഒരുപാട് എനിക്ക് പേര് പറയാൻ അറിയില്ല, എന്നാലും ഒരു ബിനിത ചെന്തമംഗലം അങ്ങനെ മണ്ണാർക്കാട് അല്ല, അത് മറ്റേ ചെന്തമംഗലം കൂടുതൽ ഉത്സവം അല്ലല്ല, കൂർഗെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രേമ ചേച്ചി, അതെ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എനിക്ക് ഭയങ്കര സബ്സ്ക്രൈബർ ആണെന്ന് വിളിച്ച് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് മോട്ടിവേഷൻ ഒക്കെ കിട്ടിയത് ഒരു വരുമാനത്തിന്റെ ഒരു ഇത് കൂടിയാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് വിളിക്കുക, സബ്സ്ക്രൈബർ ആണെന്ന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ ബേട്ടാ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഈ ക്യാൻസറായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യില്ല അമ്പോട്ടാ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അമ്പോട്ടാ. ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത ആൾക്കാർ ഒട്ടനെ അമ്പോട്ടെ വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ അത് എങ്ങനെയാണ് അതിന്റെ ചികിത്സ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. തീർച്ചയായും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യും. നമ്മളെ കൊണ്ട് കഴിയുന്നില്ല ചെയ്യാനേ പോകും. യെസ് മാഡം. എങ്ങനെയുണ്ട് ഓട്ടോറിക്ഷയിലുള്ള നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഒരു കുറെ നാളായി ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പോയിട്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഗണേശാ, ഞാനിവിടെ സ്ഥലത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ ഓട്ടോറിക്ഷയിൽ പോകാറുള്ളൂ. ഞാൻ എന്റെ സമയത്തൊന്നും ഓട്ടോറിക്ഷയിൽ പോയിട്ട് അതെ, ഞാൻ പോയിട്ട് യൂസുള്ള സമയത്ത് നമുക്ക് കാർ പോണെങ്കിൽ ഡ്രൈവർക്ക് 1000 കൊടുക്കണം, പിന്നെ എണ്ണ അടിക്കണ്ടേ. അപ്പൊ ഞാൻ ഇതിനെക്കാട്ട് നമ്മൾ ഓട്ടോ പിടിച്ച് പോകാൻ വിചാരിച്ചിട്ട് ഓട്ടോ പൈസ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ ഏടെ പോകുമ്പോൾ അന്നെന്റെ അമ്മാവനുണ്ടാവും അല്ല വീട്ടാ. ഏടെ പോകുമ്പോ എനിക്ക് ഗാഡായിട്ട് അമ്മാവനുണ്ടാവും. അപ്പൊ 500 അമ്പലാണ് കാശ് വെച്ചാൽ എപ്പോഴും അമ്മാവൻ വരാം. ഇപ്പൊ എന്റെ അമ്മാവൻ പോയി കഴിഞ്ഞ ഒരു വർഷമായി പോയിട്ട് നവംബർ 12 അമ്മാവൻ രാത്രി കിടത്ത് രാവിലെ എഴുന്നേറ്റിട്ട് അമ്മാവൻ പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര ഒരു കാരണം ഒരു അസുഖം ഇല്ലാത്ത അമ്മാവനാണ്. പിന്നീട് ഒരു അസുഖം കൊണ്ട് നമ്മൾ അറിയില്ല ഒരു ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടെന്നല്ലേ അല്ലേ, നമ്മൾ അറിയില്ലായിട്ട് അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു സങ്കടമാണ്. ഓട്ടോ പോകുമ്പോ എനിക്ക് അമ്മാവന്റെ തോന്നുന്നു എപ്പോഴും അമ്മാവൻ ഏതായാലും ലോട്ടറിന്റെ എനിക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ഒന്നാണ് നിർത്തണം എന്ന് പറഞ്ഞിട്ടേ. എന്നിട്ട് ലോട്ടറി എടുക്കൽ അമ്മാവന്റെ ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. അമ്മാവൻ നന്നായിട്ട് ലോട്ടറി എടുക്കുകയും ചെയ്യാറുണ്ട്. മിസ് ചെയ്യും അമ്മ. അമ്മാവനിത് കേൾക്കുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പുവേട്ടനിപ്പോൾ പെരുമ്പേര് ടൊയോട്ട ജെനുവിൻ പാർട്സ് എന്ന് പറയുന്ന ഒരു പാർട്സിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ അവർ അങ്ങനെ പറഞ്ഞാൽ നേരിട്ട് കൊണ്ടു കൊടുത്താൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ അവർ വീണ്ടും വരുത്തിക്കണം തോന്നുന്നു ബാംഗ്ലൂരിൽ നിന്നോ. അങ്ങനെ ഓൾഡ് ആയതുകൊണ്ടാണ്. ഈ പുതിയതാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയേനെ. ഷോറൂമിലൊക്കെ ആകുമ്പോൾ പിന്നെ ഭയങ്കര പൈസയായിരിക്കും പുതിയ തന്നെ ആകുമ്പോൾ. അങ്ങനെ അതുകൊണ്ടാണ് ഷോറൂമിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഷോറൂമിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. വണ്ടി തന്നെ കെട്ടി വലിച്ചിട്ടാണ് കൊണ്ടുപോയത്. നമ്മൾ എൻ്റെ അമ്മാവൻ്റെ വീടിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയതാണെന്നിട്ട്. രാത്രിയിലായിരുന്നു സ്റ്റക്കായിരുന്നത്. വീട്ടിൽ പോയി തിരിച്ച് നമ്മൾ താമസിക്കുന്ന റെൻ്റ് ഹോമിലേക്ക് പോകുമ്പോഴത്തേക്ക് വണ്ടി കുന്നേറുന്നേ ഉണ്ടായില്ല. ആക്സിഡൻറ്റ് കൊടുത്തിട്ടൊന്നും പോകുന്നേ ഇല്ല. അവസാനം വണ്ടി സ്റ്റക്കായി. അങ്ങനെയാണ് നമ്മുടെ രാത്രി രാജീവൻ്റെ വണ്ടി എടുത്ത് വന്നത്. ദിവസങ്ങൾ കുറേ ഇതുവരെ കിട്ടിയിട്ടില്ല. പാർട്സിൻ്റെ ഒരു പ്രശ്നമാണ്. വണ്ടിയില്ലാത്ത അവസ്ഥ. ഇപ്പം നമ്മൾ ആരോടെങ്കിലും വണ്ടി ചോദിക്കുമ്പോഴത്തേക്ക് അല്ലേ ഗണേശേട്ടാ, നമ്മുടെ വണ്ടി ആരോടെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് അവർ തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് അവരുടെ ആവശ്യമുണ്ടാവും. നമുക്ക് പാർട്സ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ രാത്രി എത്തിയല്ലേ പോയിട്ടാ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സത്യേട്ടൻ സത്യേട്ടൻ പണ്ടേ പറയാം പാട്ട വണ്ടി വിൽക്കാനായിട്ട് നീക്കല്ലേ. രാത്രി എത്തി സത്യേട്ടൻ്റെ അടുത്ത്. അതല്ലേ കാർ കെയർ നമ്മളെ വണ്ടിയുടെ ഡോക്ടറാണ്. ഇവിടെയാണ് എപ്പോഴും നമ്മളെ വണ്ടി കസുകാരൻ കാണിക്കല്. പണ്ടേ കുറേ വർഷമായി സത്യേട്ടൻ അല്ലേ. ഈ വണ്ടി റോഡ് വലുതാകുന്നതിന് മുമ്പേ ഉണ്ട് സത്യേട്ടൻ. സ്നേഹത്തോടെ ഓടി. ഒരുപാട് സന്തോഷം സത്യേട്ടൻ ഓടി വന്നിട്ട് സത്യേട്ടല്ലേ. അതെ, അപ്പൊ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നല്ലാണ്ട് പിന്നെ എനിക്ക് വിളിച്ചിട്ടൊന്നും വേണ്ടത് നേരിട്ട് കാണുന്നല്ലാണ്ട് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അതന്നെ ഞാൻ പറഞ്ഞില്ല, ഉഷാറായില്ല സത്യേട്ടൻ. ഞാൻ എന്നാലും റേഡിയേഷന് പോവാൻ അടുത്ത ഈ എന്നാലും ആ ബോഡി ഫിറ്റ് ആയി. അതന്നെ, താങ്ക് യു. ഭയങ്കര ഇതായി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് വീഡിയോയിലും കണ്ടിട്ടാകുമ്പോ എനിക്ക് ആകെ വെയിലേ.
സന്തോഷം. ആ സ്നേഹം ഉണ്ടല്ലോ അല്ലേ? സത്യേട്ടൻ കണ്ടില്ലേ ഓടി വന്നു. പൊരുതി നിക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമാണ്. താങ്ക് യു. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇല്ല, നമ്മൾ വീട്ടില്ല. സാധനം എടുത്തിനാ അങ്ങനെ നമ്മള് പെരുമ്പേര് പോയിട്ടൊന്നും വണ്ടി കാറിന്റെ പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിലാത്തറയിലെത്തി. പിലാത്തറ കാർ കെയർസ് മോട്ടോഴ്സ്, കാർ കെയർ മോട്ടോഴ്സ് സത്യേട്ടന്റെ. അപ്പുറം കയറിയിട്ട് ഭാഗത്തേക്ക് പോവാം. ഇവിടെയും ഇല്ല. എന്നിട്ട് വേറെ എവിടെയോ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. ഓട്ടോ അങ്ങനത്തെ ഇവിടെ പോയിട്ട് ദേശം മുമ്പോട്ട് പോയാല് പോപ്പുലർ വേണം. പോപ്പുലറിന്റെ തൊട്ടപ്പുറം ഉള്ളിൽ ഒരു വർഷാപ്പ്. സത്യത്തെ നല്ലൊരു ഇത് ഞാൻ ഇതിന്റെ കമ്പോട്ടിനോട് വെട്ടി ഒട്ടിക്കാൻ പറയാം. സന്തോഷമായി കണ്ടതില്. താങ്ക് യു. എനിക്ക് നിങ്ങൾ ഓടി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം. നമ്മള് വീട് എങ്ങോട്ടാ വന്നു പോയിട്ടാ? അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്. പെരുമ്പേരില്ല, യാത്രയിലില്ല, ഇനി എവിടെയോ ഒന്നുകൂടി പോയി നോക്കട്ടെ. ഉയർത്ത് കൊടുക്കുന്നുണ്ട്, സാരില്ല. ബാംഗ്ലൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ പോകുന്നവരെ പോകും. ഇങ്ങനെ ഒരു റോഡ് വരുന്ന ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആരും കണ്ടില്ല. ഏതായാലും ഉഷാറായി. വികസനം ഉണ്ടാകുമ്പോൾ ചെറിയ തരത്തിൽ ചെറിയ ബിസിനസ്സുകളെ തന്നെ ബാധിക്കും. എങ്കിലും അല്ലേ, സർവീസ് റോഡൊക്കെ ഉഷാറാക്കണം. മഴയാണ് വില്ലൻ. മഴയില്ലാത്ത കേരളത്തെ കുറിച്ച് ചിന്തിക്കാനാവില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ റൂട്ടിലൊന്ന് വരും നമുക്ക് പയ്യന്നൂരിലേക്ക് പോകുമ്പോ ഏതാ സ്ഥലം ഏതാണ് അല്ലേ പോട്ടാ? ഏതാണ് ലാൻഡ്മാർക്കുകളെല്ലാം പോയി. അതന്നെ, ഏകദേശം ഊഹം വെച്ച് കൊണ്ടുപോകാം. ഏതാണ് ഏഴോട്, ഏതാണ് യാത്ര, ഏതാണ് എടാട്ട്, ഏതാണ് ഒരു മണ്ണാക്കട്ടെ, എനിക്കൊന്നും അറിയില്ല. ഗ്ലോബൽ വീണ്ടും അത് അന്വേഷിച്ചിട്ട് വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയില്ല, അപ്പൊ വേറെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചന്വേഷിക്കണം എന്താ നോക്കാം. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഉഷാ പാടിച്ചാന്ന് പറഞ്ഞിട്ട് എപ്പോഴും മെസ്സേജ് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ നാടിനകത്ത് പാടിച്ചാൽ ആരാ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വിട്ടുന്നിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തു. അപ്പൊ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയി. ഇപ്പൊ എല്ലാം പോയിട്ടാ ഭയങ്കര തുള്ളിച്ചാടുന്നു ഇങ്ങനെ ഞാൻ വിളിച്ചതുകൊണ്ട്. അവരപ്പോ തൊഴിലുറപ്പിനിടയിലാണ് നിനക്ക് മെസ്സേജ് വിടുന്നത്. തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ എനിക്ക് മെസ്സേജ് വിടുന്നു. അപ്പൊ ഞാൻ എനക്കത് അറിയില്ല ആരാന്നൊന്നും, ഒരു ചേച്ചി. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കും സന്തോഷം. അവർ തൊഴിലുറപ്പിനിടയിൽ എന്നെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ പോയിട്ടാ, സുഖാണോ ലേഖാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് വിടും. അപ്പൊ എനിക്ക് സന്തോഷം. എന്റെ മുടിയിൽ ഇങ്ങനെ മറ്റേ കറണ്ട് അടിച്ചത് പോലെ ഉണ്ട്. കുറച്ചും കൂടി വളർന്നിട്ട് വേണം കുറച്ച് കളർ എന്തെങ്കിലും ചെയ്യാൻ. നര വന്നിട്ടാണ് നല്ലോണം അല്ലേ പോയിട്ടാ, കുറച്ചും കൂടി വളർന്നിട്ട്. അപ്പൊ ഞാൻ ചേച്ചി വിളിച്ച കാര്യം നിങ്ങളെ അറിയിക്കാൻ, അല്ല ചേച്ചിനെ ഞാൻ വിളിച്ച കാര്യം. ഞാൻ ഇങ്ങനെ പലരെയും സർപ്രൈസ് ചെയ്യിക്കാറുണ്ട് കേട്ടാ പോയിട്ടാ. എനിക്ക് ഇങ്ങനെ തോന്നുമ്പോ ഞാൻ വീഡിയോ കോൾ ചെയ്യും. അപ്പൊ അവരിങ്ങനെ എന്തൊക്കെയോ ആവും ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോ അവരിങ്ങനെ എടുക്കുമെന്ന് പോലും പ്രതീക്ഷിക്കാതെ എന്നെ വിളിക്കുന്നത്. ഞാൻ തിരിച്ചവരെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അങ്ങനെ പലരെയും, നിങ്ങളിൽ പലരെയും ഞാൻ അങ്ങനെ നിങ്ങളെ സർപ്രൈസ് ചെയ്യും. ഞാൻ FB-യിൽ വരെ ഞാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ഇതുപോലെ വീഡിയോ കോൾ ചെയ്യും. അന്ന് എന്റെ സത്യമായി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് താലപ്പൊലിയെല്ലാം പണ്ട് താലപ്പൊലിയെല്ലാം എടുത്തിട്ട് പോകുമ്പോ കുളിച്ച് പെരുമ്പത്തോട്ടിൽ പോയിട്ട് കുളിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചോറും കറിയും കൂട്ടുകറിയും പുളിശ്ശേരിയും വറവും എല്ലാം അച്ചാറിലാക്കിയിട്ട് കാത്തിരിക്കുന്നത്. നമ്മൾ ഒരു വെള്ള പെറ്റിക്കോട്ട് വിട്ടിട്ട് കുളിച്ചു വരും. എന്നിട്ട് പുൽപ്പായിൽ ഇരുത്തിയിട്ട് നമുക്ക് ഇല വെച്ച് ചോറ് വിളമ്പിത്തരുന്ന അമ്മായിയാണിത്. എത്രയോ വർഷം എന്റെ സത്യമായി. എല്ലാവരും ചോദിക്കും ഒപ്പരം പോകുമ്പോ അമ്മയാന്നോ ചോദിക്കലുണ്ട്. അമ്മേനെ നമുക്ക്, അമ്മായിക്ക് രാജീവൻ മാത്രമേ ഇല്ല മോനായിട്ട്, പിന്നെ അമ്മേനെ മക്കള് എല്ലാരും ചോദിക്കണ്ടല്ലോ അമ്മായി. അമ്മ തന്നെ. അമ്മായിന്റെ മാല പണ്ട് ആശുപത്രിയില്, അല്ല സോറി, ഏതോ ഒരു ഫംഗ്ഷന് ആരെയോ വിളിക്കാൻ വേണ്ടി തലപ്പറമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് എത്ര പവന്റെ മാല അമ്മായി? 3 പവന്റെ മാല, 3.5 പവന്റെ 3 പവന്റെ മാല, 1.5 പവന്റെ താലി ബസ്ന്ന് എന്നെ. അതല്ലേ ആ താലി പയ്യന്നൂർ പോയിട്ട് വാങ്ങിയത്. അത് അമ്മായി കരഞ്ഞല്ലേ, ഭയങ്കര കരച്ചിൽ. അമ്മായിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം പോകുന്ന പറഞ്ഞൊരു സംഭവമില്ല. അമ്മായി കരഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അമ്മായി എന്ത് ചെയ്യുന്ന പറഞ്ഞാല്
മാല വാങ്ങിയിട്ട് അമ്മായി വീട്ടിൽ വെടിയും പോകുമ്പോ അമ്മായി ഇടാൻ പേടി അമ്മായിക്കല്ല അമ്മായി അതുകൊണ്ട് ഇടില്ല ഇപ്പൊ ചെറിയത് മാത്രം. ചെറിയത് ഇടും. പേടിയാണ് പോയാ പോയില്ല മറ്റേ ഇടൂല പഴം വാങ്ങിട്ട്. പൈസ ഇപ്പം വാങ്ങാനും കഴിയില്ല. അതിന് ഭയങ്കര പൈസയാണ്. അതന്നെ. അപ്പം അതാണ് ഞാൻ ഇവിടെ അമ്മേൻ്റെ അടുക്ക വന്നിട്ടുള്ളത് പെരിങ്ങോത്ത്. എന്നെ ഇവിടെ വീടിനെ ഇവിടെ ആക്കിയിട്ട് ഓടമുട്ടിലേക്ക് പോയിട്ടുണ്ട് കാറിന്റെ ആ സാധനം കൊണ്ട് കൊടുത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ.